സാമൂഹിക പെൻഷൻ അട്ടിമറി വിഷയത്തിൽ പ്രതിഷേധിച്ച് KSKTUവിന്റെ നേതൃത്വത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ വ്യാഴാഴ്ച ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. പഞ്ചായത്ത് വില്ലേജ് കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ച് നടത്തുക. സാമൂഹിക പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പക്ഷെ 10 കൊല്ലം മുമ്പ് 2016 അധികാരമേറ്റെടുത്ത LDF ഗവൺമെന്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ് പെൻഷൻ വീടുകളിൽ എത്തിക്കുമെന്നുള്ളത്. അന്നുണ്ടായിരുന്ന 18 മാസത്തെ കുടിശ്ശിക തീർത്ത് എല്ലാ ഗുണഭോക്താക്കളുടെയും കയ്യിൽ വീടുകളിൽ പണം എത്തിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ തുടരുന്നുണ്ട്. പക്ഷേ അതിനെ അട്ടിമറിക്കുന്ന സമീപനമാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റ് അതിന് പറയുന്ന മറ്റൊരു വിശദീകരണം കിടപ്പ് രോഗികളായ ആളുകൾക്ക് ഇത് ബാധകമല്ല എന്നാണ്. കിടപ്പ് രോഗികളല്ലെങ്കിൽ പോലും 80ഉം 90ഉം വയസ്സ് കഴിഞ്ഞ ഒരുപാട് മനുഷ്യർ ഈ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർ കിടപ്പ് രോഗികളല്ല എന്നുള്ളത് കൊണ്ട് അവർ പട്ടണങ്ങളിലുള്ള ബാങ്കുകളെ ഇതിനുവേണ്ടി ആശ്രയിക്കേണ്ടി വരും എന്ന് പറയുന്നത് ഈ പെൻഷൻ ഗുണഭോക്താക്കളോടുള്ള വെല്ലുവിളി മാത്രമല്ല, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം കൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കർഷക തൊഴിലാളി യൂണിയനും വിവിധ വർഗ ഭോജന സംഘടനകളും ഒക്കെ പതിറ്റാണ്ടുകളോളം നടത്തിയ വലിയ സമരങ്ങളുണ്ട്. ആ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ക്ഷേമ പദ്ധതികളെല്ലാം നടപ്പാക്കിയത്. പക്ഷെ 3 മാസക്കാലം കൊണ്ട് തന്നെ കേരളത്തിലെ UDF ഗവൺമെന്റ് അതിന്റെ ദിശ എങ്ങോട്ടാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഏറ്റവും ദുർബലരായ പാവപ്പെട്ട മനുഷ്യരുടെ ക്ഷേമ പദ്ധതികളിൽ കൈവച്ചു കഴിഞ്ഞിരിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ മാത്രമല്ല, അധികാരമേറ്റെടുത്ത് 3 മാസം കഴിഞ്ഞിട്ടും സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ 32 ലക്ഷം സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സ്ത്രീ സുരക്ഷാ പദ്ധതി അത് ഈ 3 മാസക്കാലമായി അനുവദിച്ചിട്ടേ ഇല്ല, ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല. റേഷൻ കടകളിൽ ഇപ്പൊ ഈ ഓണാഘോഷം നടക്കുന്ന സമയമാണ്. റേഷൻ കടകളിൽ ആളുകൾക്ക് കിട്ടിയിരുന്ന പ്രത്യേക അരി അതിന്റെ വില കഴിഞ്ഞ 10 വർഷക്കാലം ഒരു മാറ്റവുമില്ലാതെ തുടർന്നതാണ് 10 രൂപ 90 പൈസ. അതിപ്പോൾ 26 രൂപയാക്കി വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് അട്ടിമറിക്കുന്നു, റേഷൻ കടകളിലെ അരിയുടെ വില വർദ്ധിപ്പിക്കുന്നു, തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികളെ അട്ടിമറിക്കുന്നതിനും അത് തകർക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തുമ്പോൾ അതിനെതിരെ കേരളത്തിലെ UDF ഗവൺമെന്റ് ഒരു പ്രതിഷേധ സ്വരം പോലും ഉയർത്തുന്നില്ല. ഇങ്ങനെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ദ്രോഹിക്കുകയും മനുഷ്യത്വരഹിതമായി അവരോട് പെരുമാറുകയും ചെയ്യുന്ന ഗവൺമെന്റ് നിലപാടിനെതിരെയാണ് മറ്റന്നാൾ കേരളം ഒട്ടാകെ എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിലും കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഈ സമരം കേരളത്തിലെ ദുർബലരായ മനുഷ്യരുടെ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ജില്ലയിലെ 106 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടക്കും. പെൻഷൻ വിതരണം ബാങ്ക് വഴി മാത്രമായി പരിമിതപ്പെടുത്തുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉടലെടുക്കും. പല ഗുണഭോക്താക്കളും ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കാൻ കഴിയാത്തവരാണ്. വാണിജ്യ ദേശസാൽകൃത ബാങ്കുകൾ ഇത്തരം അക്കൗണ്ടുകൾ ക്രമേണ നിരുത്സാഹപ്പെടുത്തുമെന്നത് വസ്തുതയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം B. മുഹമ്മദ് റസാഖ്, ജില്ലാ അധ്യക്ഷൻ MP അലവി, ജോയിന്റ് സെക്രട്ടറി K. മജ്നു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.